നമസ്കാരം. വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ലെബനനിൽ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള ഭീകരരെ കാലാപുരിക്ക് വിടാതെ വിശ്രമമില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞു. വടക്കൻ അതിർത്തിയെ ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിക്കുകയും അതിർത്തി ഒഴിപ്പിക്കുകയും ഇതിനോടകം തന്നെ ചെയ്തു. കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട്. ആക്രമണം കടുക്കുകയാണ്. രാത്രി മുഴുവൻ ബെയ്റൂട്ടിൽ കനത്ത വ്യോമാക്രമണം നടന്നിരുന്നു. ഇസ്രായേലിന് വെല്ലുവിളിയാകുന്ന ഭീകര സംഘടനകളെ തകർക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ കരവഴിയുള്ള യുദ്ധത്തിന് ബെഞ്ചമിൻ നെതന്യാഹു അനുമതിയും നൽകിയിട്ടുണ്ട്. നൂറുകണക്കിന് യുദ്ധ ടാങ്കുകളാണ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. തങ്ങളുടെ ലക്ഷ്യം ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണെന്ന് ഇസ്രായേൽ സൈന്യം എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരേ സമയം പാലസ്തീനിലെ ഹമാസ്, ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി ഭീകരരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ പരമോന്നത മതനേതാവ് ആയത്തുള്ള അലി ഖമേനി പോലും രഹസ്യ കേന്ദ്രത്തിലാണ് കഴിയുന്നത്. ഹിസ്ബുള്ള തലവൻ നസറുള്ളയെ വധിച്ചതിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസ് ഇരിക്കുന്ന ബഹുനില കെട്ടിടം തകർന്ന് തരിപ്പണമായി. ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങളുടെ 3 നേതാക്കൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ അറിയിച്ചിരുന്നു. തെക്കൻ ലെബനനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫത്ത ഷെരീഫ് അൽ അമീനാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ഇയാൾ. ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ 11 മാസം മുമ്പേ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 8-ന് ശേഷം ഓപ്പറേഷൻ അൽ ഖൈസയ്ക്ക് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ശക്തമാക്കിയിരുന്നു. എന്നാൽ ഹമാസിനൊപ്പം ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ വൻ പദ്ധതി നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 8 മുതൽ തന്നെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ മൊസാദ് നിരീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ നസറുള്ളയുടെയും മറ്റു നേതാക്കളുടെയും സ്ഥാനം കണ്ടെത്തി. ഹമാസ് ദുർബലമായ ശേഷം ഹിസ്ബുള്ളയെ മാത്രമാണ് നിരീക്ഷിച്ചത്. എല്ലാ മുൻനിര കമാൻഡർമാരെയും ഒന്നൊന്നായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേലിന്റെ ശ്രമം. ഒക്ടോബർ 8-ലെ സംഭവത്തിന് ശേഷം ഏകദേശം 6 മാസത്തോളം എടുത്താണ് ഇസ്രായേൽ ഹമാസിനെ തകർത്തെറിഞ്ഞതെന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം 2024 ജൂണിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ജൂൺ 12-ന് നാസർ യൂണിറ്റ് ചീഫ് തലേബ് സബി അബ്ദുള്ള വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ജൂലൈയിൽ അസീസ് യൂണിറ്റ് ചീഫ് മുഹമ്മദ് നസീറിനെയും സീനിയർ കമാൻഡർ ഫവാദ് ഷുക്കറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു. സെപ്റ്റംബർ 17-18 തീയതികളിൽ ലെബനനിൽ പേജറുകളും വോക്കി ടോക്കിയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൊട്ടിത്തെറിച്ചു തുടങ്ങി. ഇതിനുശേഷമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ പുതിയ സംഘർഷം ആരംഭിച്ചത്. നിരവധി ഹിസ്ബുള്ള ഭീകരരുൾപ്പെടെ 39ഓളം പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്നാട് മലയാളം.